ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെന്നൈയിലുള്ള ഒരു ദിവസമാണ്. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും എനിക്ക് നല്ല പനിയാണ് കേട്ടോ. അന്ന് മഞ്ഞത്ത് ഓപ്പൺ ഏരിയയിലായിരുന്നു, അതുകൊണ്ട് മഞ്ഞത്ത് പോയിട്ടാണോ എന്തോന്ന് എനിക്കറിയില്ല. നല്ല പനിയാണ്, നല്ല തൊണ്ടവേദന, ഇങ്ങനെ തൊണ്ടവേദന കേട്ടോ. ഇനിയിപ്പോൾ തൈറോയിഡൊക്കെ ഉള്ളതുകൊണ്ട് അധികമായിട്ടുണ്ട്. എനിക്ക് ഉമ്മിനീരിങ്ങനെ ഇറക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു ദിവസമാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ മറ്റേ ചേച്ചിയുടെ മോള് പോവാണ്. നമ്മുടെ തക്കുടൂനെ കൊണ്ടുപോകണില്ല കേട്ടോ. പിന്നെ വിക്കിക്ക് എന്തോ മറ്റേ ജോലി സംബന്ധമായിട്ട് ചാലക്കുടിയല്ല, എവിടേക്കാകുമ്പോൾ പോയത്? തൂത്തുക്കുടിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാൻ വിക്കി പോണത് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ വിക്കി പോണത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞാൻ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. കാരണം വിക്കി വന്ന് ഹർബറിയിൽ പോയി, അപ്പോൾ ഞാൻ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് പനി പിടിച്ച് കിടന്നു കേട്ടോ. വളകാപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് എത്തണ്ടേ എത്രയും പെട്ടെന്ന്. അപ്പോൾ ഉണ്ണിവാവിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, അപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചത് എൻ്റെ ചെന്നൈയിലൊരു ദിവസമാണ് കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന്റെ മുന്നേ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തായാലും ഹെയർ വാഷ് ചെയ്തിട്ടാണല്ലേ പോവുക, അല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്യാത്ത പോകണവരുണ്ട്. പക്ഷെ അബദ്ധത്തിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യും. നമുക്ക് പോകേണ്ട ടൈമായ ഈ മുടിയിൽ നമ്മൾ എന്ത് കാട്ടാനാണ്. അപ്പം നമുക്ക് ഒന്ന് പെട്ടെന്ന് ഡ്രൈ ചെയ്തെടുക്കാനും അതേപോലെ പുറത്തൊക്കെ പോകുമ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യാനും അതെ കേട്ടോ. നമുക്ക് എനിക്ക് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അറിയത്തേ ഇല്ല കേട്ടോ. അപ്പോൾ ഈ സ്ട്രെയിറ്റ്നറും കേളറൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എനിക്ക് സ്റ്റൈൽ ചെയ്യുക, ഹെയർ സ്റ്റൈൽ ചെയ്യാന്ന് അറിയില്ല. അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു പ്രൊഡക്റ്റ്, അടിപൊളി പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ദിസ് വൺ അഗാരോടെ വോളിയമൈസർ ഹെയർ ഡ്രയർ ആണ് കേട്ടോ. ഇത് യൂസ് ചെയ്യണേ ഗൈസ്, ഇത് അടിപൊളി ഒരു പ്രൊഡക്റ്റ്. ഞാൻ 2-3 വട്ടം യൂസ് ചെയ്ത് നോക്കിയതാണ്. അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കോംബ് പോലെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഹെയർ അടിപൊളിയായിട്ട് ഡ്രൈ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ, ഇപ്പൊ സ്ട്രെയിറ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, കേളി ആണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം. എല്ലാം ഈ ഒരു ഒരൊറ്റ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് നമുക്ക് ഇവിടെ അവിടെ ഒന്നും കൈ തട്ടിയാലൊന്നും ഒരു പ്രശ്നമില്ല. കാരണം സ്ട്രെയിറ്റ്നറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇവിടെ കൈ പൊള്ളോ അല്ലെങ്കിൽ കൈ തട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയില്ല. അപ്പൊ ഇത് എവിടെയും നമുക്കൊരു തട്ടിയ പൊള്ളത്തോ അങ്ങനെയൊന്നുമില്ല. ആൻഡ് ഇതിന്റെ അടിയിൽ വരുന്നത് ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വയർ കോഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ഡയറക്ഷനിലും നല്ല സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാവും. ഇതിന്റെ അടിയിലാണ് ഇതിന്റെ സെറ്റിംഗ്സ് ഒക്കെ വരുന്നത്. ഇതിൽ 3 ഹീറ്റിംഗ് ആൻഡ് 2 സ്പീഡ് സെറ്റിംഗ്സ് ആണ് ഉള്ളത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ 3 സെറ്റിംഗ്സ് ആണ് ഇതിൽ വരുന്നത്. നമുക്ക് നമ്മളുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ഹീറ്റ് ചെയ്യാവുന്നതുമാണ്. നമ്മൾക്ക് സ്പീഡ് കാര്യങ്ങൾക്ക് ഒരുപാട് ഹീറ്റ് വേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ലോ ആയിട്ട് കുറച്ച് ഹീറ്റ് മതി എന്നുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. കോംബ് പോലെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് നല്ല സൂപ്പർ ആയിട്ട് ഇങ്ങനെ കോംബ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് വല്ലാണ്ട് റിസ്ക് എടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ഹെയർ കോംബ് ചെയ്യണ പോലെ ഒന്ന് കോംബ് ചെയ്ത് എടുത്താൽ മതി. ആൻഡ് ഇതിന്റെ ഒരു എന്താ മെത്തേഡ് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. കുളിച്ച് വന്നിരിക്കുവാണ്. അപ്പൊ എന്റെ ഹെയർ കുറച്ച് വെറ്റാണ്. നമ്മുടെ വെറ്റ് ഹെയറിൽ ചെയ്യണതായിരിക്കും കുറച്ചും കൂടി അടിപൊളി. കാരണം അപ്പോഴാണ് നമുക്ക് സ്റ്റൈൽ ചെയ്യാനും അതേപോലെ പെട്ടെന്ന് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഹെയർ ഡ്രൈ ചെയ്യാനൊക്കെ പറ്റും. ആൻഡ് നമുക്ക് ഓരോ സെക്ഷൻ എടുത്തിട്ട് നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ആൻഡ് ഇതൊരു ബ്രഷ് മോഡലാണ്, പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ആ ഒരു മോഡിൽ പിടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കോഡ് വയർ 360 ഡിഗ്രി ആംഗിളിൽ കറങ്ങും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ 3 ഹീറ്റ് ആൻഡ് 2 സ്പീഡ് സെറ്റിംഗ്സ് ആണ് വരുന്നത്. നമ്മളൊരു പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് നോക്കാവുന്നതാണ്. തിൻ ഹെയർ ഉള്ളവർക്ക് ലോയും പിന്നെ തിക്ക് ഹെയർ ഉള്ളവർക്ക് ഹൈ വെച്ചിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിത് സ്കാൽപ്പിൽ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്കാൽപ്പ് ബേൺ ആവും ഒന്നുമില്ല. ഇതിൻ്റെ ഒരു എഡ്ജിലുള്ള സംഭവം പിടിച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിലി നമ്മളുടെ ഹെയർ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സ്കാൽപ്പിനെ ഹീറ്റിൽ നിന്നും ബേണിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റി സ്കാൽഡിങ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ക്രൗൺ ഏരിയ എപ്പോഴും മുട്ടിപ്പിടിച്ച് കിടക്കായിരിക്കില്ല. അപ്പോൾ ഈ ഒരു ഡ്രയർ യൂസ് ചെയ്തിട്ട് ബാക്ക്വേർഡ് മോഷനിൽ നല്ല രീതിയിൽ ഡ്രൈ ചെയ്ത് കൊടുക്കുക. നല്ല വോളിയമൈസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ടോപ്പിലായാലും നൈലോൺ ക്രിസ്റ്റൽസിലായാലും നമുക്ക് ഈസിലി ടച്ച് ചെയ്യാൻ പറ്റും. കാരണം ഒരു ബേൺ ഒന്നും ഉണ്ടാവില്ല. 24K ഗോൾഡ് യൂസ് ചെയ്തത് കാരണം നമ്മൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമുക്ക് ഈവൻ ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട്
ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ വെറ്റ് ഹെയർ പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കാനും നല്ല രീതിയിൽ വോളിയമൈസ് ചെയ്യാനും നമുക്കിതൊരു സ്ട്രെയിറ്റനറായിട്ടും കേളറായിട്ടും എല്ലായിട്ടും ഡ്രയറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം, ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് എൻ്റെ ഹെയറിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ബ്ലോ ഡ്രൈ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് എല്ലാ രീതിയിലും നമ്മളുടെ ഹെയർ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ബൈ. അപ്പോൾ എൻ്റെ മകൾ പോവാണ് കേട്ടോ, വണ്ടല്ലൂർക്ക് പോവാണ്. അവൾ മറ്റു 2-3 ദിവസം ഇരുന്നു. മറ്റു തക്കുടൂന് ഇവിടെ ആക്കിയിട്ടാ പോണത് കേട്ടോ. തക്കുടു ഇവിടെ ഇരിക്കും. തക്കുടു എടുക്കേ ബാഗ് തപ്പാനാണേ ബാഗ്. ഇപ്പോ എൻ്റെ മകൾ പോവാണ് കേട്ടോ, വണ്ടല്ലൂർക്ക് പോവാണ്. അവൾ മറ്റു 2-3 ദിവസം ഇരുന്നു. മറ്റു തക്കുടൂന് ഇവിടെ ആക്കിയിട്ടാ പോണത് കേട്ടോ. തക്കുടു ഇവിടെ ഇരിക്കും. തക്കുടു ഹായ് പറയും. അതിന് ഡ്രസ്സ് താത്തത് എന്താ സാധനം അറിയോ? ലിപ്സ്റ്റിക് കിട്ടും. ആ അപ്പോ തക്കുടു ബായ് പറയും. ശരി പോട്ടെ, അവൾ വിട ഇനോട് വിട അതിന്റെ പാടിന്. നീ പറ, തക്കുടു വിട്ടിട്ട് പോകുമ്പോ സങ്കടം ഉണ്ടോ? സങ്കടമൊക്കെ ഉണ്ട്. എന്നാലും പിന്നെ നിങ്ങളെയൊക്കെ ഇവിടെ ഉണ്ടല്ലോ വെച്ചിട്ടിട്ട് അതല്ല കേട്ടോ. അവള് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊണ്ട് തട്ടാറുണ്ടായിനെ. വലിയ ബിൽഡപ്പ് ഇടാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അമ്മടത്തേക്ക് കൊണ്ട് വിട്ടിട്ട് അവള് പോവാറ്. നല്ല വിഷമമൊക്കെ ഉണ്ട്. ശരി പോട്ടെ. അവൾക്ക് ഇങ്ങനെ വയറുവേദന സമയങ്ങളൊക്കെ വരുന്ന സമയത്ത് തക്കുടിന് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവൾ ഇവിടെ കൊണ്ടാക്കിയിട്ടാണ്. 2 ദിവസം കഴിഞ്ഞ് കൂട്ടിയിട്ട് പോകുന്നതാണ്. പിന്നെ ജയ് രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് അവൻ രാവിലെ തന്നെ ഇവിടുന്ന് പോയി. ഇനി നമ്മള് ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് പോണത്. ഒറ്റയ്ക്ക് പോവോ? പോവോ? ശരി, അവിടെ ചെന്നിട്ട് വിളിക്കട്ടാ. ബൈ ബൈ. അപ്പൊ ഇനി നമ്മൾ അടുത്ത വട്ടം കേട്. ഓക്കെ, നമ്മളിനി എപ്പോഴാ കാണാ? ഞാൻ ഒരു സർപ്രൈസ് വിസിറ്റ് അടിക്കുന്നുണ്ട്. അപ്പൊ കാണാം. പിന്നെ വിഷുവിനൊക്കെ ഇവരൊക്കെ വരും കേട്ടാ. നമ്മൾ അപ്പൊ എല്ലാരും കൂടി കാണാം. ബൈ. നോക്കിപ്പോ ബൈ ബൈ. ഹലോ. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാണ് കേട്ടോ. നമ്മള് മീൻ കറി ഉണ്ട്, മീൻ വറുത്തുണ്ട്, അതാണ്ട് ഒരു തോരനൊക്കെ ഉണ്ട്. പനിയല്ലേ, അതുകൊണ്ട് ഞാൻ ഫുഡ് വേണമെന്നില്ല, കുറച്ച് കഴിക്കുന്ന കേട്ടോ. എനിക്ക് വയ്യ, എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും ഇത് കഴിക്കട്ടെ. ചിലപ്പോൾ 4 മണിയൊക്കെ കഴിഞ്ഞോളൂ. നല്ല തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അപ്പൊ ഞാനൊന്ന് കഴിക്കട്ടെ കേട്ടോ. എന്താ കാണിച്ചു വെച്ചിരിക്കണേ? എന്താ കാണിച്ചു വെച്ചിരിക്കണേ? എല്ലാരും പോയി കേട്ടോ. അപ്പൊ ഈ മെല്ലെ ഈ കപ്പെടുത്തോണ്ടോന്ന് വെച്ചിട്ട് അതിലെന്തോ ഒരു ക്രീം ഉള്ളതാണ് കേട്ടോ. അതിനൊക്കെ പീച്ചി ഇതുണ്ടോ ഇരിക്കുന്നുണ്ടോ? തക്കുടു എന്തത്? എന്താ ചെയ്ത് വെച്ചിരിക്കണേ തക്കുടു? ഇത് യൂട്യൂബിൽ ഇടും തക്കുടു. വല്ല കൂസലുണ്ടോ നോക്കിക്കോ അവൾക്ക്. തക്കുടു ഇങ്ങോട്ട് നോക്ക്. റബ്ബർ ബാൻഡ് എടുക്കുന്ന അനുസരണയൊക്കെ നല്ല അനുസരണയാണ്. ഹലോ. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഞാൻ പകുതി വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. അപ്പോഴത്തേനും പനിയൊക്കെ നന്നായിട്ട് കൂടിയിട്ടോ. തൊണ്ടയൊക്കെ നന്നായിട്ട് വേദനിക്കാനൊക്കെ തുടങ്ങി. അപ്പം ഞാൻ പിന്നെ വീഡിയോ എടുക്കൽ അവിടെ നിർത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ബാക്കിയുള്ള വീഡിയോസ് എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ. എനിക്ക് ഒരു വർഷത്തിലൊരു പനിയെ വരിക കേട്ടോ. വർഷത്തിലൊരു പനിയാണ് കേട്ടോ എനിക്ക് വരാറുള്ളത്. ആ പനിയെന്നാണ് തോന്നുന്നത്. നന്നായിട്ട് ബാധിച്ചൊന്നും ഇന്നെ. കാരണം നല്ല തൊണ്ടവേദനയും തൊണ്ട എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ കീറിയ പോലെ ഇങ്ങനെ വേദനിക്കും കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊണ്ടവേദന വരാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ കാര്യമാക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഇത്തിരി നല്ല അധികമായിട്ട് തൊണ്ടവേദനിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് വെച്ചാൽ ഇപ്പോൾ വിക്കി പോയി, മറ്റാരും ഇല്ല. പവി പവിയുടെ വീട്ടിലാണ്. പിന്നെ ചേച്ചിയും തക്കുടും ഉണ്ട് കേട്ടോ. തക്കുടുവിനെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കൊണ്ടുപോകണുള്ളൂ. പിന്നെ ഞാനും കണ്ണനാണ്. അപ്പം എന്തായാലും എത്രയും പെട്ടെന്ന് നാട്ടിലേക്കൊക്കെ പോകണം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെയുള്ള ബാക്കി കാര്യങ്ങൾ കാണിച്ചു കേട്ടോ. കണ്ടപ്പോൾ ഞാനും മാത്രമല്ല, കണ്ടപ്പോൾ എണീറ്റിട്ടില്ല. ഞാനും വൈകിട്ട് എണീച്ച് ഞാൻ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. കാരണം ശരീരമൊക്കെ നല്ല വേദന കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൈയൊക്കെ ഇങ്ങനെ മടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. കണ്ടോ നീര് വന്നേക്കുന്നുണ്ടോ. കൈയൊക്കെ ഭയങ്കരമായിട്ട് പെയിനാട്ടോ. നാട്ടിൽ വന്നിട്ട് വേണം. ഇനിയിപ്പോൾ ഇത് വാദത്തിൻ്റെ ആണോ എന്താണെന്ന് എനിക്കറിയില്ല. 1 വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് എനിക്കിങ്ങനെ ഓവറിൽ സിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സർജറി കഴിയുന്നതിന് മുൻപ് ഞാൻ വിചാരിച്ചത് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആണെന്നാണ് വിചാരിച്ചത്. സർജറി കഴിയുന്നതോട് കൂടിയിട്ട് ഈ അസുഖങ്ങളൊക്കെ മാറുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഈ കൈ മടക്കൊക്കെ ഞാനിപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ജോലിയൊക്കെ നന്നായിട്ട് ചെയ്തല്ലോ.
നമ്മൾ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്തല്ലോ, അതൊക്കെ ചെയ്തപ്പോൾ ഇത് കൂടിയിട്ടോ. കാരണം എന്താ ഈ പെയിനും കാര്യങ്ങളൊക്കെ കൂടി. പക്ഷെ ഞാനെന്നാലും എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ അത്ര പെയിനല്ല, ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്തത്രയല്ല, പക്ഷെ എങ്കിലും അതൊക്കെ കൂടി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു പണി ചെയ്യാണ്ട് ചെയ്തതിൻ്റെ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ വാദത്തിൻ്റെ വന്നവരൊക്കെ പറയണു ഞാൻ പറയുന്ന വേദനകളൊക്കെ തന്നെയാണ് അതിൻ്റെ ലക്ഷണം ഉണ്ടാവുക എന്നൊക്കെ പറയണു കേട്ടോ. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. എനിക്ക് വയ്യ മരുന്ന് ഇനി കഴിക്കാൻ. എനിക്ക് സത്യം പറയാലോ, മരുന്ന് കഴിച്ച് മടുത്തിട്ടാ ഞാൻ എനിക്ക് ഒന്നും ഇല്ലാച്ചിട്ട് ജീവിക്കാച്ചിട്ട് എന്താ വെച്ചാൽ വരുന്നത് വരട്ടയച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോഴിനിപ്പോൾ ഇതിപ്പോൾ തുടക്കത്തിൽ നോക്കിയിട്ടില്ല വെച്ചാൽ വേറെ വല്ലതും ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കൈയും കാലും ശരീരം എല്ലാം ഉണ്ടായിട്ട് ജീവിക്കാൻ പറ്റണില്ല. പിന്നെ ഒരു ഭാഗത്ത് കിടന്നാലുള്ള സ്ഥിതി എന്താ, അതിനൊന്നും എനിക്ക് വയ്യ. അപ്പം അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഇത് പോയിട്ട് നാട്ടിൽ പോയിട്ടൊന്ന് നോക്കണം. പിന്നെ നമ്മളെ സർജറി കഴിഞ്ഞതിൻ്റെ ടെസ്റ്റ് ചെക്കപ്പിനൊക്കെ ഒരു ചെക്കപ്പിന് പോയി കേട്ടോ. സർജറി കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു വട്ടം പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ പോയി. അത് കഴിഞ്ഞിട്ട് അവർ 2 മാസത്തിന് മരുന്ന് തന്നിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പോയിട്ടില്ല. അപ്പം ഇനി നാട്ടിൽ പോയിട്ട് അതും പോകണം. അത് പോകുമ്പോൾ ഞാൻ ഈ കൈ അവിടെ തന്നെ കാണിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ കാലും ഉണ്ട് കേട്ടോ, കൈ മാത്രമല്ല കാലും. എനിക്ക് കാലിൻ്റെ അടി പാദത്തിൻ്റെ അടി നമ്മൾക്ക് നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോയി വന്ന് നമ്മുടെ ശരീരമൊക്കെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് വേദനിക്കും. ഇങ്ങനെ ഒരു ഫുൾ ബോഡി പെയിൻ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഈ സർജറി കഴിയുന്ന മുമ്പ് ഇതിൻ്റെ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ടും അതേ വേദന ഉണ്ടാകുമ്പോൾ അത് വേറെ എന്തെങ്കിലും ആണല്ലോ. അപ്പോൾ ഈ രാത്രി പനിയൊക്കെ ഇതിൻ്റെ ആണത്രേ. കാരണം എങ്ങനെ ഉണ്ടെച്ചാൽ പനി വരുന്നു. ഇത് വന്ന എൻ്റെ ഒരു ഫ്രണ്ടിന് വന്നിട്ടുണ്ട്, ധന്യ എന്ന് പറയും, അവൾക്ക് വന്നിട്ടുണ്ട് അത്ര. ഇങ്ങനെ അവൾക്ക് ഇതേ സിംറ്റംസ് ആണ് അത്ര ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും ഒന്ന് കാണിക്കണം കേട്ടോ. എനിക്കാണെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിൽ പോകുക പറഞ്ഞാൽ മടുത്തുപോയി. കാരണം പോയ ഉടനെ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കണം. അങ്ങനെ നടന്നിട്ടാണ് ലാസ്റ്റ് ഒരു തീരുമാനം സർജറിക്ക് എത്തിയത്. അതിനു മുൻപ് ഞാൻ ഒരുപാട് നടന്നിരിക്കുന്നു, ഒരുപാട് വേദന സഹിച്ചിരിക്കുന്നു. ഇപ്പം ഇങ്ങനെ നടക്കണു, ഇങ്ങനെയൊന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എനിക്ക് എൻ്റേതായ ഒരു രീതിയിൽ എനിക്കൊന്നും ചെയ്യാൻ അങ്ങോട്ട് പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ എനിക്ക് വഹിക്കും, നല്ല ഉഷാറായിരിക്കും, ചിലപ്പോൾ ഒന്നിനും പറ്റില്ല. അപ്പോൾ എനിക്ക് സങ്കടവും. അപ്പോൾ ഇന്നിപ്പോൾ വേണ്ട പനിപ്പത്തിന് കുറച്ച് വിട്ടിട്ടുണ്ട്. ഇന്നലെ ഞാൻ എന്നിട്ട് ഇവിടുന്ന് തൊണ്ടവേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. തൊണ്ട എനിക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മരുന്ന് വാങ്ങിച്ചു. ഇവിടെ ഡോക്ടറെ അടുത്തൊക്കെ പോയി പല മരുന്ന് എഴുതി തരില്ല വെച്ചിട്ട് ഞാൻ പോയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കണ്ടിന്യൂ വീഡിയോ എടുക്കാം കേട്ടോ. ഇവിടെ തക്കുടൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അവളുടെ ഒരു ഓർമ്മ, ഒരു ദിവസം വീട് അവളുടെ ഇനിയിപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞ് എപ്പോഴും അവളുടെ തക്കുടൂനെയൊക്കെ കാണുക. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ വിചാരിച്ചു. അവൾ എണീറ്റിട്ടോ അവൾ വീണ്ടും ഉറങ്ങിയിട്ട്. ഞാനിപ്പോൾ എണീറ്റുള്ളൂ, എനിക്ക് വയ്യ. ഇപ്പോൾ സമയം 1 മണിയായിട്ടോ. ഞാൻ ഇപ്പോഴാണ് എണീക്കുന്നത്, ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ചേട്ടാ അതുകൊണ്ട് ആ ബക്കറ്റിനെയും തൂക്കിക്കൊണ്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അത് അതൊക്കെ എടുത്ത് വാങ്ങി വെച്ചപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി എന്നെ മുഖത്ത് 4 എണ്ണം ഇപ്പോൾ തന്നു കേട്ടോ. തക്കുടൂ നോക്കട്ടെ, പിടിച്ച് ഇങ്ങോട്ട് വാ. ഇപ്പോൾ ഉറങ്ങി എണീറ്റുള്ളൂ ആള്. അമ്മ ഒന്നും ഇല്ലച്ചാലും ഒരു പ്രശ്നമില്ല, ഇവിടെ വന്നിങ്ങനെ നിൽക്കും. വീടൊക്കെ മെസ്സായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ പോയിട്ടാണ് ചേച്ചി അതെല്ലാം വൃത്തിയാക്കി വയ്ക്കും. ഇവിടെ പിന്നെ അത്ര സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നാലും ഇവിടെ 2 ബെഡ്റൂമും ഒരു ഹാളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കിച്ചനും ബാൽക്കണിയും. കണ്ണൻ ഇന്നിപ്പോൾ കണ്ണൻ കടയ്ക്ക് പോകണമെന്ന് വെച്ചിട്ട് കണ്ണൻ ഇങ്ങോട്ട് നോക്കടാ. കണ്ണൻ ഇപ്പോൾ ഉറങ്ങി എണീച്ചല്ലോ കേട്ടോ. കണ്ണൻ പറഞ്ഞു ഞാൻ കുളിച്ചു എന്ന് പറയാൻ. ഇല്ല കേട്ടോ, വീഡിയോ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല ആൻറ്റി ചോദിച്ചു. ഞാനും എൻ്റെ കണ്ണപ്പനും കൂടി നാടെത്തി കിട്ടണല്ലേ കണ്ണാ. നമ്മളിവിടെ കുടുങ്ങിയിരിക്കുകയാണ് അല്ലേ. ശരി, ഞാൻ കണ്ണപ്പൻ എനിക്ക് വയ്യാത്തോണ്ട് അമ്മേനെ നിന്നതാട്ടോ, ഒന്നിച്ച് പോവാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിൻ്റെ ഗുളികയുണ്ട് കണ്ണ, അവിടെ നിന്ന് കൊടുക്കണ്ട, എടുത്ത് കൊടുക്കണ്ട. പിന്നെ കണ്ണിന് ക്ലാസ്സൊക്കെ എന്താ ഉച്ച വരെയൊക്കെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ കണ്ണ ഒരു ദിവസം ക്ലാസ് പോയിച്ചിട്ട് നിന്നതാണ്. എന്താണ് തക്കുടു? എന്ത് തക്കുടു? എന്താണ് എൻ്റെ തക്കുടു നാണമെന്ന്. നെയിൽ പോളിഷ് വെച്ചാനാ? നെയിൽ പോളിഷ് വെച്ചാൻ പോവാ? നെയിൽ പോളിഷ് വെച്ചാനാ? ആണാ കള്ളിയാണ് കള്ളി. അമ്മ തരൂ, അമ്മമ്മയ്ക്ക് കൊടുക്ക. ഞാൻ എൻ്റെ തലയെടുത്ത് പകരം വീട്ടാൻ വന്നതാട്ടോ. കണ്ടോ
അമ്മമ്മോട് പരാതി പറയാൻ പോകണം. തക്കുടു അങ്ങനെ തന്നെ വേണം. അമ്മമ്മ വന്നില്ലല്ലോ, നന്നായി. തക്കുടു ഞാൻ കഴിക്കാണ് കേട്ടോ. ഞാൻ ഒരു വായി കഴിച്ചു കേട്ടോ. ഞാൻ പാതി പുട്ടേ എടുത്തിട്ടുള്ളൂ, കാരണം എനിക്ക് തൊണ്ട വെച്ചിട്ട് കഴിക്കാനും പറ്റുന്നില്ല. ഒരു ഇത് മറ്റേ ചെറുപഴമല്ല കേട്ടോ, വേറൊരു പഴമാണ്. കഴിക്കാൻ പറ്റുമോ വെച്ചിട്ട് എടുത്താണ്, പക്ഷെ എനിക്കത് കഴിക്കാൻ പറ്റും തോന്നുന്നില്ല. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ. എന്നോട് തല്ലുണ്ടാക്കിയിട്ട് പോയി നിൽക്കണം കേട്ടോ. ചോക്ലേറ്റിനൊക്കെ എറിഞ്ഞിട്ട് അവിടെ നിലത്തിട്ട് ചവിട്ടി പൊട്ടിച്ചിട്ട് കുറ്റപ്രതീനെ പോലെ നിൽക്കുക, കുറ്റവാളീനെ പോലെ. കണ്ടോ, ഇട്ട് തല്ലുക കേട്ടോ, എന്നെ കണ്ടോടം വെച്ച് തല്ലുക. എന്നിട്ട് പാവം പോലെ നിൽക്കും. അമ്മ ഒരിച്ചിട്ട് ഒരു ചോക്ലേറ്റ് താഴെ എറിഞ്ഞ് പൊട്ടിച്ചു കേട്ടോ. കണ്ടോ കണ്ടോ കണ്ടോ. എന്നിട്ട് വായിലെടുത്തിരുന്ന അമ്മയെ കണ്ടപ്പോ വായിലെടുത്തിരും അമ്മ. താഴെ നിന്ന് എടുത്ത് കഴിക്കുന്നേ, കഴിക്കാൻ പാടില്ല. താഴത്തെ കൊണ്ടവിടെ ഡസ്റ്റ്ബിൻ എടുക്കുക, ഡസ്റ്റ്ബിൻ എടുക്കുക. ഇങ്ങനെ തുടരുത്. അപ്പൊ നമുക്ക് പായസം കേട്ടോ, ഇത് സേമിയ പായസമാണ്. അപ്പൊ ഞാൻ കുറച്ച് കുടിക്കാന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ചൂടോടുകൂടി കുടിക്കാന്ന് വിചാരിച്ചു. തണുപ്പാ തോന്നുന്നു, പാലല്ലേ. പിന്നെ ഞാൻ അങ്ങനെ നോക്കാറൊന്നുമില്ല കേട്ടോ. 2 ദിവസം കൊണ്ട് അങ്ങോട്ട് ആള് ഭയങ്കരമായിട്ട് ഇല്ലച്ചാൽ എനിക്ക് എപ്പോഴും ഉണ്ട്, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടൊരു വയ്യാണ്ടാവും. ആ വളകാപ്പിനെ ഉള്ളതൊക്കെ നല്ല ഉഷാറായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്ക് അങ്ങോട്ട് ഒരു എന്താ പറയുക, ആളങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഡൗൺ ആയി. ഇതിനെന്തോ ചവ്വരിയിട്ട് കൊണ്ടൊരു സാധനമില്ലേ, അതിട്ട് എനിക്കിഷ്ടമില്ല. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. തക്കുടുവിനെ വിട്ടിട്ട് തക്കുടു അവിടെ കണ്ണൻ്റെ അടുത്ത് ഭയങ്കര കളിച്ചു വിളിക്കുക. തക്കുടു എന്താണെന്നറിയില്ല, എന്നെ തൊരു തല്ലിയിട്ടേ ഇരിക്കുന്നുണ്ട്. തക്കുടിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. നമ്മളെ ഇട്ട് തല്ലും, എന്തിനാണെന്നൊന്നുമില്ല, വെറുതെയും തല്ലും. പക്ഷെ കുട്ടികളാണെന്ന് വെച്ചാൽ നല്ല വേദനയാണ്. ഇത് ചേച്ചി അവിടെ ചിക്കൻ കറിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഉണ്ണി അവനൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യാ, എത്രയും പെട്ടെന്ന് പോകണം. അപ്പോൾ ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. അത് വറുത്തിട്ടാണ് കേട്ടോ. ചിക്കൻ കറി വറുത്തിടാൻ പോവാണ്. ഓക്കെ, ചിക്കൻ കറി കഴിക്കണം പോലെയൊന്നുമില്ല, പനിയായതുകൊണ്ട് വറുത്തിടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കണ്ണപ്പം ഫുഡ് കഴിക്കുന്നത്. കണ്ണാ, നീ എന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചോ? നമുക്കൊരു സ്നേഹമില്ല കണ്ണാ. നിന്നെ ഞാൻ സ്നേഹിച്ചിട്ട് നീ തിരിച്ച് ഒരു ഒരു തരുമ്പ് സ്നേഹം നീ തരണ്ടടാ. നാണാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ നീ വിളിച്ചോടാ. അന്ന് കുഞ്ഞാൻറ്റി ഫുഡ് കഴിച്ചോ? കുഞ്ഞാൻറ്റിക്ക് പനിയല്ലേ? അതൊന്നും വിളിച്ചോടാ എന്നെ, നീ വിളിച്ചോന്ന്. ഓ, കള്ളൻ തോണ പറയരുത്. അവൻ വന്ന് ഫുഡ് എന്താണ് ആൻറ്റി? അതെ, ഞാൻ എഡിറ്റ് ചെയ്യായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ കേട്ടില്ല. ആ ചെറുത് കണ്ടോ, അവൻ എന്താ ചെയ്യുന്നത്, അവൻ ഇട്ടിട്ട് ഉരുട്ടുന്നുണ്ട്. കാരണം ഫുഡ് നന്നായിട്ടുണ്ടോ? അവൻ്റെ ചിക്കൻ നന്നായിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, അപ്പോൾ ഫുഡ് കഴിക്കട്ടാ. ഞാൻ വെറുതെ പറഞ്ഞിട്ട്, എൻ്റെ കുട്ടിക്ക് നല്ല സ്നേഹമാണ്. എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ് കേട്ടോ. ഓക്കെ, ബൈഡാ. ഞാനും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. ഞാനും ഫുഡ് കഴിക്കണം. വിശക്കണമൊന്നുമില്ല, എങ്കിലും കുറച്ചെങ്കിലും കഴിക്കണം കേട്ടോ. എന്താ വെച്ചാൽ മരുന്നുണ്ട്, 2 മരുന്നുണ്ട്, അത് കഴിക്കണം. അപ്പോൾ ചെന്നൈയിൽ വന്നിട്ട് ഇതായ അവസ്ഥ. ചെന്നൈയിൽ വന്നിട്ട് ഇങ്ങനെ കിടക്കേണ്ടി വന്നു. എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് വയ്യാണ്ട് കിടക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. നമ്മളെ വീട്ടിലാണെന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല, അത് നമ്മൾ അങ്ങനെ വയ്യച്ചാലും അങ്ങനെ. ഇവിടെ അങ്ങനെ ആരും പ്രശ്നമായിട്ടല്ല കേട്ടോ, എനിക്കിഷ്ടമല്ല പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ വയ്യാണ്ട് കിടക്കുക, നമ്മളൊരു ഉഷാറില്ലാണ്ടിരിക്കുക എന്നുള്ളത്. വളകാപ്പിൻ്റെ അപ്പൊക്കെ നല്ല അടിപൊളി ഉഷാറായിരുന്നു കേട്ടോ. അവിടുന്ന് വന്നതിന് വ്യത്യാസം ഇങ്ങനെ സ്റ്റൊമക്ക് പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ പീരീഡ്സിൻ്റെ ആയിരുന്നു, അത് മാറി. അത് കഴിയുമ്പോഴത്തേനും പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ പിടികൂടി. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ടാണ് ചെന്നൈയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇതിൽ പോകുന്നത്. ഫസ്റ്റ് പണ്ട് ഞാനൊരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വന്നിട്ട് ഞാൻ ഇതുപോലെ പനിയായിട്ട് കിടന്നുണ്ടായിരുന്നു.
അത് നമ്മുടെ സിനിക്കൂട്ടിയുടെ കല്യാണ സമയത്ത്, എൻ്റെ ചേച്ചിയുടെ മോളുടെ കല്യാണ സമയത്ത്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ പോയത് കേട്ടോ. പക്ഷേ ഇപ്പോൾ അതേ സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്ക് ഉണ്ണിവാവിനൊക്കെ വിട്ട് വന്നിട്ടേ ആരിനൊക്കെ ഇങ്ങനെ വിട്ട് വന്ന പോലെ ഒരു ഫീല്. ഓക്കേ, അപ്പം ഞാൻ കുറച്ച് ചോറുണ്ടാണെന്ന് വിചാരിച്ചു കേട്ടോ. ചോറ്, ചിക്കൻ കറി, പപ്പടം. ഇവിടുത്തെ പപ്പടം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു നമ്മുടെ അവിടുത്തെ പപ്പടം പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്കിഷ്ടമാണ്. ഓക്കെ, അപ്പം ഞാൻ ചോറുണ്ടട്ടെ കേട്ടോ. ഹലോ, അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ടാറ്റാ ബൈ ബൈ. ഇന്ന് വയ്യാത്തൊരു വ്ളോഗാണ്, അതുകൊണ്ട് വലിയ ഉഷാറും കാര്യങ്ങളൊന്നുമില്ല. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്തായാലും ബൈ ബൈ.